കയ്യിൽ കിട്ടുന്ന പേപ്പേഴ്സ് ഒക്കെ കൊണ്ട് ഇതുപോലെ പേപ്പർ സ്റ്റാർ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. നമ്മൾ 1000 പേപ്പർ സ്റ്റാർ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വിഷ് നടക്കും എന്നുള്ളൊരു ബിലീഫ് ഉണ്ട്. അത് സത്യമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് വാട്ട് ഐ ബിലീവ് ഇസ് ഇൻ എവറി ലിറ്റിൽ സ്റ്റാർ ദേഴ്സ് എ സ്റ്റോറി. ചിലപ്പോൾ ഇങ്ങനെ 1000 പേപ്പർ സ്റ്റാർസ് ഒക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ വിഷൊക്കെ നടക്കുമായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരാളുടെ വിഷ് നടത്തണം? ചിലപ്പോൾ എല്ലാവരുടെയും വിഷ് ഒരു ജാറിനകത്തായാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ ഒരു മെമ്മറി ജാർ ഞാൻ വിചാരിച്ചു ഒരു ജാറിനകത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പേര് എഴുതി ഇടാം. ഓരോ പേപ്പർ സ്റ്റാർ ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് ഒരാളുടെ പേരും ഉണ്ടാവും. ഇതിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ എന്തെങ്കിലും വിഷ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ആഗ്രഹിച്ചോന്നേ, ചിലപ്പോൾ നടന്നാലോ. അപ്പൊ ഈ ജാറിൽ പേര് വരണം എന്നുള്ളവര് നിങ്ങളുടെ പേര് കമന്റ് ചെയ്യുക. നമ്മൾ അതിൽ നിന്ന് പേര് സെലക്ട് ചെയ്ത് ഓരോ ദിവസവും വീഡിയോയുടെ കൂട്ടത്തിൽ ഓരോ പേപ്പർ സ്റ്റാർ ഉണ്ടാക്കി ഈ ജാറിൽ ഇടുന്നതായിരിക്കും. കുറെ നാൾ കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് നല്ലൊരു മെമ്മറി ആയിട്ട് മാറുമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നാലോ. ഈ ജാറ് ഇപ്പൊ വളരെ കുട്ടി ജാറാണ്, കണ്ടില്ലേ? ഇത് വലുതായാലോ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ പേരിന്റെ കൂടെ ഒന്നെങ്കിൽ നിങ്ങളുടെ വിഷ്, അത് പറയാൻ ആഗ്രഹമില്ലാത്തവര് വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ എഴുതിയിടാൻ വേണ്ടി നിങ്ങൾ പറയാം. അപ്പൊ നമുക്ക് അതിനകത്ത് എഴുതി സ്റ്റാർ ആക്കി ഈ ജാറിൽ സൂക്ഷിക്കാം. കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ, നമ്മുടെ ഫാമിലിയുടെ ആൾക്കാരുടെ പേരെല്ലാം ചേർന്ന് നമ്മുടെ മെമ്മറി ജാർ ഇങ്ങനെ വളർന്ന് വരും. അപ്പോൾ അതാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്തോളൂ. അപ്പൊ നമ്മൾ ചെയ്യുന്ന സ്റ്റോറി സീരീസിൽ ഇപ്പോഴത്തെ വീഡിയോക്ക് ഒരു കമന്റേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കൂടി നോക്കാമെന്ന്. അപ്പോൾ എന്നിട്ടും വേറെ കമന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ കമന്റ് തന്നെ സെലക്ട് ചെയ്യും. അപ്പോൾ അത് അധികം ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അതിന്റെ വീഡിയോസ് ഒന്നും ഇപ്പൊ ഇടാത്തത്. അപ്പൊ അതൊന്നും എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. താല്പര്യമുള്ളവർ കമന്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അറിയാനുള്ള ഒരു വഴിയല്ലേ, അപ്പോൾ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് 1 മാസവും 11 ദിവസമായി. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളിലൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഉണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ മെമ്മറി ജാർ. നിങ്ങളുടെ പേരും വിഷും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്തോ.